ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. ഈ ശുശ്രൂഷയുടെ 25ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഹൃദയ കാഠിന്യം ബാധിച്ചിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആരംഭത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ 3 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന്, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവനും ദൈവമക്കൾക്ക് ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള, ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരഭിഷേകം കിട്ടണം. 2, ഹൃദയ കാഠിന്യം ബാധിച്ച് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ദൈവമക്കൾക്ക് വലിയ മാനസാന്തരങ്ങൾ ഈ നിമിഷങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കണം. 3, ഈ ശുശ്രൂഷയിലൂടെ അനേകം ദൈവമക്കളുടെ ഹൃദയങ്ങൾ ജ്വലിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ മുഴുവനും വ്യാപരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് 2 കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഓരോ ദൈവമക്കളും ആത്മാർത്ഥമായിട്ട് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ഈശോയെ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു, ഞങ്ങളങ്ങേൽ വിശ്വസിക്കുന്നു. ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, എല്ലാ ഹൃദയ കാഠിന്യമുള്ള ദൈവമക്കളെയോ അങ്ങേ സന്നിധിയിലേക്ക്, അങ്ങേ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, പുതിയ അഭിഷേകം നൽകണമേ, വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല 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 ഹല. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കഠിനഭാവബന്ധനത്തിൽ കഴിയുന്ന ഹൃദയ കാഠിന്യം മൂലം തിന്മയിലേക്ക് വീണ് കിടക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകാൻ, വലിയ വിടുതൽ കിട്ടുവാൻ, പാപമോചനത്തിന്റെ അഭിഷേകം, പാപമോചനത്തിന്റെ അഭിഷേകം ദൈവജനത്തിന് കിട്ടുവാൻ, ആത്മാക്കളെ നേടിയെടുക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടുവാനായിട്ട് ആത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് വരട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ, ആത്മാവിന്റെ ചോദന സംഭവിക്കട്ടെ, ആത്മാവിന്റെ വിടുതൽ സംഭവിക്കട്ടെ. ഹല 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 ഹല. റിയ 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 റിയ. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് നമുക്ക് ആത്മാർത്ഥതയോടെ ആത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹിച്ചു പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞു
കവിഞ്ഞൊഴുകണമേ. ഒറ്റ വിളി യേശുവേ. കർത്താവേ, ഏറ്റെടുക്കണമേ. ഹൃദയകാഠിന്യം മൂലം തിന്മയിലേക്ക് വീണിരിക്കുന്ന മുഴുവനും മക്കളുടെ ആത്മാക്കളെ നേടിയെടുക്കാനുള്ള കൃപ നൽകണമേ. ആത്മാഭിഷേകം നൽകണമേ. ഹല 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 റിയ 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 ഹല ഹല ഹല. പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ആഗ്രഹിക്കാമോ? ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി യേശുവേ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, ഈ ശുശ്രൂഷ മുഴുവനെയും, ഹൃദയകാഠിന്യം ബാധിച്ചിട്ടുള്ള മുഴുവനും ആത്മാക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പണം നടത്തി അടിമ വെച്ചുകൊണ്ട്, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിയണമേ. അമ്മയുടെ രക്തക്കണ്ണീരിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുന്ന ഈ ശുശ്രൂഷയുടെ 25ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ഇന്ന് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക ഹൃദയ കാഠിന്യം മൂലം തിന്മയിലേക്ക് വീണ് കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധ അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യ എപ്രകാരമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയത്, എപ്രകാരമാണ് സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് ജീവിച്ചത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ദൈവത്തിൻ്റെ കൽപ്പനകള്, ദൈവത്തിൻ്റെ പ്രമാണങ്ങള്, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിച്ച വ്യക്തിയാ വിശുദ്ധ അമ്മ ത്രേസ്യ. ദൈവത്തിൻ്റെ ഹിതം എന്താണോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ, ഇത് തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പണം നടത്തി ജീവിച്ച വ്യക്തിയാ വിശുദ്ധ അമ്മ ത്രേസ്യ. എന്തുമാത്രം പുണ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റോ, എന്തുമാത്രം സുഹൃതങ്ങൾ തൻ്റെ ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റോ. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതിനെ ഓർത്ത് അനുതപിച്ച് അത് ഏറ്റുപറഞ്ഞ് അത് പരിഹാരം ചെയ്ത് ഏറ്റവും വിശുദ്ധിയോടുകൂടി ഏറ്റവും പരിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അമ്മ ത്രേസ്യ. പ്രിയപ്പെട്ടവർ, ഈ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവിക ദർശനമുണ്ട്. മരണക്കിടക്കയിൽ അമ്മ ത്രേസ്യ കിടക്കുന്ന സമയത്ത് ഇതാ ഈശോ അമ്മ ത്രേസ്യയുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുക. പരിശുദ്ധ അമ്മമാതും യൗസേ പിതാവും സകല വിശുദ്ധരും മാലാഖമാരും ഇതാ അമ്മ ത്രേസ്യയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അമ്മ ത്രേസ്യ
തൻ്റെ മരണശേഷം ആത്മാവ് പോകുന്ന ചില ദർശനങ്ങൾ ആ സമയത്ത് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദർശനം കണ്ടതിന് ശേഷം അമ്മ ത്രേസ്യ കരയാൻ തുടങ്ങുന്നു, ഭയപ്പെടാൻ തുടങ്ങുന്നു, വിറയ്ക്കാനായിട്ട് തുടങ്ങിയ. തൻ്റെ കൂടെ നിൽക്കുന്ന സമർപ്പിതർ ചോദിച്ചു, എന്തേ അമ്മയെ കരയുന്നേ? മരണത്തെ അങ്ങ് ഭയപ്പെടുകയാണോ? അമ്മ ത്രേസ്യ പറയുന്ന കാര്യപ്രകാരമാ, മക്കളെ, ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല, മരണം പുൽകുവാനായിട്ട് ഞാൻ കൊതിക്കുക. അങ്ങനെ എനിക്ക് എൻ്റെ ഈശോയുടെ അടുത്തേക്ക് പോകുവാനായിട്ട് പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് അമ്മ വിളിച്ചു പറയുക. വീണ്ടും കൂടെ നിൽക്കുന്ന സമർപ്പിതർ ചോദിക്കുന്നുണ്ട്, അമ്മേ, ചെയ്ത ഏതെങ്കിലും പാപത്തെ ഓർത്താണോ ഇത്രമാത്രം വേദനിക്കുന്നത്? അമ്മ എന്തുമാത്രമാ പരിഹാരം ചെയ്തേക്കണേ, പിന്നെ എന്തിനാ ഇതുപോലെ ഭയപ്പെടുന്നേ, ഇതുപോലെ കരയുന്നേ? അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ഞാൻ ചെയ്ത പാപത്തെ ഓർത്തല്ല ഞാൻ കരയുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാമ്മേ ഈ നിമിഷത്തിൽ ഇത്രമാത്രം കരയാൻ കാരണം എന്താ? അമ്മ ത്രേസ്യ പറയുന്ന കാര്യപ്രകാരമാ, ഞാൻ എൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടിട്ട് ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ മുമ്പിൽ തനിച്ച് ആശ്വാസം പോലും ആരും തരാനില്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേദനിച്ച് കരഞ്ഞു പോയതാണ് എന്നുള്ള സത്യമാ വിശുദ്ധ അമ്മ ത്രേസ്യ ആ ദൈവമക്കൾക്ക് നൽകിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇന്ന് ധ്യാനിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഏറ്റവും പരിശുദ്ധിയോടുകൂടി ജീവിച്ചിട്ട്, ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിച്ചിട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകള്, ദൈവത്തിൻ്റെ പ്രമാണങ്ങള്, ദൈവത്തിൻ്റെ തിരുഹിതമ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങള്, പുണ്യങ്ങള്, ഇത് തൻ്റെ ജീവിതത്തിൽ മുഴുവനും പകർത്തിയിട്ട്, പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ രീതിയിൽ പരിഹാരം ചെയ്യാമോ, ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കാമോ, അപ്രകാരമൊക്കെ പ്രാർത്ഥിച്ച് നല്ല മരണത്തിനൊരുങ്ങിയ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നീതി വിധിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ മുമ്പിൽ ആത്മാവ് നിൽക്കുന്നത് കണ്ടപ്പോൾ താൻ പേടിച്ചു വറങ്ങലിച്ചു പോകുക. നമ്മളൊന്ന് ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ, പ്രമാണങ്ങൾ ഏതൊക്കെ രീതിയിൽ തെറ്റിക്കാൻ പറ്റുമോ, ഏതൊക്കെ മേഖലയിൽ പാപത്തിൽ വീഴാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ തന്നിഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നിഷ്ടം പോലെ ജീവിച്ച് പാപത്തിൻ്റെ പടുക്കുഴിയിൽ കിടക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇന്ന് പരിശോധിക്കണം മക്കളെ. ഒരു ദിവസം നമ്മളും നീതിവിധിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ ഓരോരുത്തരും എപ്രകാരമായിരിക്കും അവിടെ നിൽക്കുക എന്നുള്ള കാര്യം ഇന്ന് ഓരോ ദൈവമക്കളും ധ്യാനിക്കേണ്ടതാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് ചില സമയങ്ങൾ തരുന്നുണ്ട്. ദൈവം ചില സമയങ്ങൾ ഓരോ ദൈവമക്കൾക്കും നൽകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരാശ്വാസം പോലും നമുക്ക് കിട്ടാതെ, നമ്മളെ ആശ്വസിപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലാതെ, ഇത്രയും നാളും പൊതിഞ്ഞു പിടിച്ചിട്ടുള്ള ഈ ശരീരം പോലും ഇല്ലാതെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ മുമ്പിൽ, നീതിവിധിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, മക്കളെ, നമ്മുടെ കയ്യിലുള്ളത് ഒറ്റ കാര്യം മാത്രമേ, അത് മറ്റൊന്നുമല്ല, കുറെ പാപ കൂമ്പാരങ്ങൾ. ഇതെടുത്തു മാറ്റാനായിട്ട് ഇത്രയും വർഷം നമ്മൾ ജീവിച്ചിട്ട് എത്ര മക്കൾ പരിശ്രമിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, തമ്പുരാൻ കർത്താവ് കുറച്ച് ദിവസം നമുക്ക് തന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ 100 ആയിരിക്കാം, ചിലപ്പോൾ 500 ആയിരിക്കാം, ചിലപ്പോൾ 1000 ആയിരിക്കാം, ചിലപ്പോൾ 5000 ആയിരിക്കാം, ചിലപ്പോൾ 10000 ആയിരിക്കാം. മക്കളെ, കുറച്ച് ദിവസങ്ങൾ, കുറച്ച് നാളുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാ? കൊട്ടാരം പോലുള്ള വീടുണ്ടാക്കാനല്ല, കുറെ സമ്പത്തുകൾ സമ്പാദിക്കാനല്ല, കുറെ സ്വത്തുകൾ ശേഖരിച്ചു കൂട്ടാനല്ല, കുറെ യാത്രകൾ ചെയ്യാനല്ല, വാട്സപ്പിൽ നോക്കി സമയം കളയാനല്ല, ഫേസ്ബുക്കിൽ നോക്കി സമയം കളയാനല്ല, യൂട്യൂബിൽ നോക്കി സമയം കളയാനല്ല, ടി വി കണ്ട് സമയം കളയാനല്ല, കുറെ ഭക്ഷിച്ച് തൃപ്തരാകാനല്ല, മക്കളെ കിടന്ന് ഉറങ്ങാനല്ല. ദൈവം നിന്റെ ജീവിതത്തിൽ ഇനി സമയം തന്നിട്ടുണ്ടെങ്കിൽ, കുറച്ചാഴ്ചകൾ തന്നിട്ടുണ്ടെങ്കിൽ, കുറെ വർഷങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, മറ്റൊന്നിനും വേണ്ടിയല്ല മക്കളെ, പ്രാർത്ഥിക്കാനായിട്ട്, പരിഹാരം ചെയ്യാനായിട്ട്, പ്രാശ്ചിത്തം ചെയ്യാനായിട്ട്, സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാ ദൈവം നിന്റെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ ഇനി ദിവസങ്ങൾ തന്നിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദൈവമക്കളും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതാ മരണം നമ്മുടെ ഓരോരുത്തരുടെയും തൊട്ടടുത്ത് വന്ന് നിപ്പുണ്ട്.
ഏത് രീതിയിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് നമ്മളെ കയറി പിടിക്കാം. നമ്മളെ ഈ മരണം കയറി പിടിച്ചതിന് ശേഷം എനിക്കൊന്ന് കുമ്പസാരിക്കാനുണ്ട്, എനിക്കൊന്ന് യാത്ര പറയാനുണ്ട്, എനിക്കൊന്ന് പരിഹാരം ചെയ്യാനുണ്ട്, എനിക്കൊന്ന് അനുഭവിക്കാനുണ്ട് എന്ന് എത്രമാത്രം ഏതൊക്കെ രീതിയിൽ കേണ് പറഞ്ഞാലും ഈ മരണം നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നമ്മളെ കൊണ്ടേ പോകൂ. പക്ഷെ എത്ര മക്കൾ ഇത് മനസ്സിലാക്കിയിട്ടൊന്ന് പരിഹാരം ചെയ്ത് ജീവിതത്തെ ഒരുക്കാൻ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇതാ മക്കളെ, ദൈവത്തിൻ്റെ നീതിവിധിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ വേസ്റ്റാക്കി കളഞ്ഞ സമയത്തെ ഓർത്താ. ഞാൻ വാട്സപ്പ് കണ്ട്, ഫേസ്ബുക്ക് കണ്ട്, യൂട്യൂബ് കണ്ട്, TV കണ്ട് ഉറങ്ങി തീർത്ത ഓരോ സമയത്തെ ഓർത്ത് ഞാൻ അന്ന് കരയും. മക്കളെ, ദിവസത്തിൽ നമ്മൾ വേസ്റ്റ് ചെയ്ത സമയത്തിൽ 1 മണിക്കൂർ നേരം പരിഹാരത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പ്രാർത്ഥിത്തത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും, ദൈവമേ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ. എത്ര മക്കളുണ്ട് മക്കളെ പരിഹാരം ചെയ്ത്, പ്രാർത്ഥിത്തം ചെയ്ത്, സൽപ്രവർത്തികൾ ചെയ്ത് ഒരുങ്ങുന്നത്. ഞാൻ ചിന്തിക്കുക, 40 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ ഇനി ഒരു 40 വർഷം ദൈവം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചാൽ മക്കളെ, ഈ 40 വർഷം ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരം ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്ന പാപം എന്തുമാത്രമാ? വിചാരം വഴി, വാക്ക് വഴി, പ്രവൃത്തി വഴി, ഉപേക്ഷ വഴി ഓരോ ദിവസവും 100 കണക്കിന് പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് എത്ര മക്കള് ഇതിനു വേണ്ടി പരിഹാരം ചെയ്ത് തൻ്റെ ആത്മാവിനെ ഒന്ന് ഒരുക്കാനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാം തീരുന്ന ഒരു ദിവസമുണ്ട്. നേടിയെടുത്തത് മുഴുവനും നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് സമ്പത്താകാം, സ്ഥാനമാനമാകാം, അധികാരമാകാം, പ്രതാപങ്ങളാകാം, നിന്റെ കുലീനതയാകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തോടുകൂടി സകലതും നഷ്ടപ്പെടുകയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയണം, മരണസമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ ആകപ്പാടെ 4 കാര്യമേ ഉള്ളൂ. 1 പരിഹാര പ്രവർത്തികൾ, 2 പ്രായശ്ചിത്ത പ്രവർത്തികൾ, 3 സത്പ്രവർത്തികൾ, 4 കാരുണ്യ പ്രവർത്തികൾ അല്ലെങ്കിൽ പുണ്യപ്രവർത്തികൾ. ഇത് മാത്രമാണ് മക്കളെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു ചരട് പോലും കൊണ്ടാകാൻ പാടില്ല. നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു നാണയത്തുട്ട് പോലും കൊണ്ടാകാൻ പറ്റില്ല. നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ പോലും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ കാരുണ്യ പ്രവൃത്തി, നമ്മുടെ പുണ്യപ്രവൃത്തികൾ, നമ്മുടെ സത്കൃത്യങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ ഉള്ളൂ എന്നുള്ള സത്യം ഓരോ ദൈവമക്കളും ഇന്ന് തിരിച്ചറിയണം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ പല വ്യക്തിത്വങ്ങളായി ജനിക്കുന്നത്. കുലീനരായിട്ട് ജനിക്കുന്നവരുണ്ട്, സാധാരണക്കാരായി ജനിക്കുന്നവരുണ്ട്, പാവപ്പെട്ടവനായി ജനിക്കുന്നുണ്ട്. പക്ഷേ മരിക്കുന്ന സമയത്ത് സകല മക്കളും തുല്യരായിട്ടാ പോകുന്നത്. മരിച്ചിട്ട് ശവക്കല്ലറെ കൊണ്ട് നമ്മുടെ ബോഡി വെച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ പോയി ശവക്കല്ലറ തുറന്നിട്ട് ഓരോ ബോഡികളെടുത്ത് ഒരു മേശപ്പുറത്ത് അതിൻ്റെ അസ്ഥി കഷ്ണങ്ങൾ വെച്ചാൽ ഏതാണ് കുലീനന്റെ, ഏതാണ് പാവപ്പെട്ടവന്റെ, ഏതാണ് സാധാരണക്കാരനെന്ന് തിരിച്ചറിയാൻ പറ്റില്ല മക്കളെ. മരിക്കുമ്പോൾ എല്ലാവരും തുല്യതയോടെ അവസാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏത് അധികാരമുണ്ടോ, ഏത് ബഹുമതിയുണ്ടോ, ഏത് സമ്പത്തുണ്ടോ, ഏത് സ്ഥാനമാനമുണ്ടോ, ഏത് വേദനകളുണ്ടോ, ഏത് വിഷമങ്ങളുണ്ടോ, ഏത് തകർച്ചകളുണ്ടോ, ഏത് വെറുക്കപ്പെട്ടവനെന്നും കൊള്ളില്ലാത്തവനെന്നും മുദ്രകുത്തിയ അവസ്ഥയുണ്ടോ, ഇതിനൊക്കെ അവസാനം വരുന്ന ഒരൊറ്റ സമയം, അത് മരണസമയത്താ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൻ്റെ വേദനകളാകാം, വിഷമങ്ങളാകാം, തകർച്ചകളാകാം, ഒറ്റപ്പെടലാകാം, എന്തുമാകട്ടെ മക്കളെ, ആ കാണുന്ന കാര്യങ്ങൾ മുഴുവനും സ്നേഹത്തോടെ നീ സ്വീകരിച്ചിട്ട് നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് അത് കാഴ്ചവെച്ചാൽ നിന്റെ മരണസമയത്ത് ഒരു നിത്യമായ പ്രകാശം വരും. പ്രൈസ് ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്ര മക്കൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്? പ്രിയപ്പെട്ടവരെ, ചില സന്യാസികള്, പണ്ട് കാലത്ത് ചില സന്യാസികള് ഈ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർ സന്യാസ ആശ്രമം വിട്ടിട്ട് മരുഭൂമിയിലേക്ക് പോകുകയാണ് ചെയ്തത്.
അവിടെ ചെന്ന് ലോകത്തിൽ ദൈവമക്കൾ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് അവർ അവിടെ കിടന്ന് വേദന അനുഭവിച്ച് അത് കാഴ്ചവെക്കുക. ചില രാജാക്കന്മാര് നിത്യതയെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് അവർ കൊട്ടാരം ഉപേക്ഷിച്ച് സന്യാസ ആശ്രമത്തിൽ വന്നു ചേരുകയാ ചെയ്തേ. ചില ദൈവമക്കള് ഈ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തൻ്റെ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് രക്തസാക്ഷിയാകാനായിട്ട് അവർ തയ്യാറാവുക ചെയ്തേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജോൺ ഓഫ് ദി ക്രോസ് എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്: നിത്യതയെ വിശ്വസിക്കുകയും എന്നാൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവൻ ചിത്തഭ്രമം പിടിച്ച ദൈവജനമാണ് എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ നല്ല ഭവനം പണിതിട്ടില്ലേ? ഈ ലോകത്ത് 40 വർഷമോ 50 വർഷമോ 60 വർഷമോ ജീവിക്കാനായിട്ട് എത്ര കണക്ക് കൂട്ടി, എന്തുമാത്രം സമയം ചെലവഴിച്ച്, എന്തുമാത്രം ത്യാഗമെടുത്ത്, എന്തുമാത്രം അധ്വാനിച്ച നല്ല ഒരു ഭവനം നമ്മൾ ഈ ഭൂമിയിൽ പണിതേക്കണേ. എന്നാൽ നിത്യതയിൽ ജീവിക്കാനായിട്ട് നിത്യതയിൽ ഒരു ഭവനം ഇന്ന് വരെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവിടെ 40 അല്ല 50 അല്ല 60 അല്ല 70 വർഷമല്ല, നിത്യമായിട്ടും ജീവിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ എത്ര മക്കള് നിത്യഭവനം തീർത്തിട്ടുണ്ട്? നിത്യഭവനം തീർക്കണമെങ്കിൽ മക്കളെ, പരിഹാരത്തിൻ്റെ, പ്രാശ്ചിത്തത്തിൻ്റെ, സൽകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ പുണ്യത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിച്ചാൽ മാത്രമേ നിത്യഭവനം നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഓരോ ക്രൈസ്തവനും ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം. പറയാമോ ഹല്ലേലൂയ? സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വ്യക്തികളും എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ ആരാ ഭാഗ്യവാൻ? ചിലവർ എന്നിട്ട് പറയാറുണ്ട്, അച്ഛാ പണമുള്ളവൻ ഭാഗ്യവാനല്ലേ, സമ്പത്തുള്ളവൻ ഭാഗ്യവാനല്ലേ, കുറെ കൂട്ടുകാരുള്ളവൻ ഭാഗ്യവാനല്ലേ, ജീവിതത്തിലെല്ലാം നേടിയവൻ ഭാഗ്യവാനല്ലേ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ആരൊക്കെ ഒറ്റപ്പെട്ടവനായി, ആരൊക്കെ കൊള്ളില്ലാത്തവനായി, ആരൊക്കെ വെറുക്കപ്പെട്ടവനായി, ആരൊക്കെ അവഗണിക്കപ്പെട്ടവനായിട്ട് ഇന്ന് ലോകത്തിൽ മുദ്ര കുത്തിയിട്ടുണ്ടോ, അവർ സ്നേഹത്തോടെ ആ കാണുന്ന വേദന ഏറ്റെടുത്ത് സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെച്ചിട്ട് ദൈവകൃപയാൽ മരിച്ച് സ്വന്തം ആത്മാവിനെ രക്ഷിച്ചാൽ അവനാണ് ഈ ലോകത്തിലെ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ മക്കളെ, എന്തിനാ ഞാൻ എൻ്റെ ഈശോയെ തിരസ്കരിച്ച്, എന്തിനാ ഞാൻ എൻ്റെ ഈശോയെ ഉപേക്ഷിച്ച്? ലോകം വെച്ച് നീട്ടിയിട്ടുള്ള ചില അപ്പക്കഷ്ണങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഉപേക്ഷിച്ചത് എൻ്റെ ഈശോയാണോ? ലോകം വെച്ച് നീട്ടിയിട്ടുള്ള ചില സുഖം കണ്ടപ്പോൾ ഞാൻ മാറ്റിവെച്ചത് എൻ്റെ ഈശോയാണോ? ആസ്വദിച്ചാൽ തീർന്നു പോകുന്ന ചില നിമിഷ സുഖത്തിന് വേണ്ടി ഞാൻ ഈശോയെ വിട്ടുകളഞ്ഞോ? വിഷം പുരണ്ട ചില സന്തോഷത്തിന് വേണ്ടി എൻ്റെ ഈശോയെ ഞാൻ വേണ്ട എന്ന് വെച്ചോ? നിസ്സാരമായ ലാഭത്തിന് വേണ്ടി എന്നെ ജനിപ്പിച്ച, എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ വേണ്ട എന്ന് വെച്ചോ? മക്കളെ, അപ്രകാരം വെച്ചെങ്കിൽ ആ സമയത്ത് എൻ്റെ ആത്മാവിനെ തമ്പുരാൻ വിളിച്ചാർന്നെങ്കിൽ ഞാൻ എവിടെയാ കിടക്കണേ? പക്ഷെ എൻ്റെ അപ്പൻ ചെയ്ത കാര്യം എന്താ? അപ്പൻ ചെയ്ത കാര്യം നമ്മളെ വീണ്ടും പരിപാലിക്കുക, നമുക്ക് അനുതാപത്തിൻ്റെ കൃപ തരുക, നമ്മുടെ ചങ്കിൻ്റെ അകത്തേക്ക് പരിഹാരം ചെയ്യാനുള്ള കൃപ തരുക. ആരൊക്കെ ഈ കൃപ സ്വന്തമാക്കിയിട്ട് അനുദപിച്ച് പരിഹാരം ചെയ്യാൻ തയ്യാറായിക്കോ, നിന്റെ ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് കണ്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക ഹൃദയ കാഠിന്യം ബാധിച്ചിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാ. ഇവിടെ നമ്മൾ ഇന്ന് തിരിച്ചറിയണം, ഒരു വ്യക്തിയുടെ ഹൃദയം എങ്ങനെയാ കഠിനമാകുന്നത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. ഒരു വ്യക്തിയുടെ ഹൃദയം എങ്ങനെയാണ് കഠിനമാകുന്നത്? പ്രധാനമായിട്ടും 3 കാര്യത്തിലൂടെയാണ്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, ദുരാശയുടെ അല്ലെങ്കിൽ പാപത്തിൻ്റെ പേര് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാകാൻ തുടങ്ങും. 2, മനസ്സിനേറ്റ മുറിവിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന തിന്മ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വേര് പാകാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാകാൻ തുടങ്ങും.
3, മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പുകൾ അടിഞ്ഞുകൂടാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാകാൻ തുടങ്ങും. ഒരിക്കൽ കൂടി കേട്ടെ, ദുരാശയുടെ പാപത്തിന്റെ പേര് മനുഷ്യ ഹൃദയത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ. 2, മനസ്സിനേറ്റ മുറിവിലൂടെ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന തിന്മ ശക്തി പ്രാപിക്കുമ്പോൾ. 3, മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പ് അടിഞ്ഞുകൂടാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയം കഠിനമാകുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നോക്കിക്കേ മക്കളെ, സകല ദുരാശകള് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടില് അടിഞ്ഞുകൂടി അത് ശക്തി പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ ഹൃദയം കഠിനമാകുക. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഏതൊരു ദുരാശയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഉത്ഭവഭാവമാണ്. കേട്ടോണം, ഏതൊരു ദുരാശയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഉത്ഭവഭാവമാണ്. ഈ ഉത്ഭവഭാവത്തിൽ നിന്നാണ് 3 പേരുകൾ പൊട്ടിപ്പുറപ്പെടുക. ഏതൊക്കെയാണ്? 1, ജഡത്തിന്റെ ദുരാശ. 2, കണ്ണിന്റെ ദുരാശ. 3, ജീവിതത്തിന്റെ അഹന്ത. കേട്ടോണം മക്കളെ, ഉത്ഭവഭാവത്തിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന 3 പാപവേരുകളാണ്, 3 ദുരാശകളാണ്. ജഡത്തിന്റെ ദുരാശ, കണ്ണിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഈ 3 പാപവേരിൽ നിന്ന്, ഈ 3 ദുരാശയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ മൂലപാപങ്ങൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജഡത്തിന്റെ ദുരാശയിൽ നിന്നും പൊങ്ങി വരുന്ന കാര്യമാണ് മോഹം അല്ലെങ്കിൽ ജഡികാസക്തി. 2, കൊതി അല്ലെങ്കിൽ ഭക്ഷണാസക്തി. 3, മടി അല്ലെങ്കിൽ അലസത. കണ്ണിന്റെ ദുരാശയിൽ നിന്നും പുറത്തു വരുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദ്രവ്യാഗ്രഹം. ജീവിതത്തിന്റെ അഹന്തയിൽ നിന്ന് പുറത്തു വരുന്നതാണ് നിഗളം, കോപം, അസൂയ. എന്ന് വെച്ചാൽ ഈ പാപവേരുകളും അല്ലെങ്കിൽ ഈ ദുരാശകള്, ഈ മൂലപാപങ്ങള് ഏതൊക്കെ ഹൃദയത്തില് ഇന്ന് അടിഞ്ഞുകൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ടോ ആ മക്കളുടെ ഹൃദയം കഠിനമാകുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മൂലപാപത്തിൽ നിന്നും ഈ ദുരാശയിൽ നിന്നുമാണ് ഇന്ന് ലോകത്തിലുള്ള ബാക്കി മുഴുവനും പാപങ്ങൾ മുളയെടുക്കുന്നത്. അപ്പോൾ ആദ്യം മാറ്റേണ്ട കാര്യം തിരിച്ചറിഞ്ഞോണം, ഈ പാപത്തിന്റെ പേര് അല്ലെങ്കിൽ ദുരാശയുടെ പേര് മൂലപാപങ്ങള് ഹൃദയത്തിൽ നിന്നും മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യാവസ്ഥ മാറിക്കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മൂലപാപങ്ങളുടെ ഉറവിടം മനുഷ്യന്റെ ഹൃദയമാണെന്ന് പറയാൻ കാരണം വചനം പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് വീണ്ടും വചനം പഠിപ്പിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, സകല പാപങ്ങളും മുളയെടുക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, വ്യഭിചാരം, കള്ളസത്യം, കള്ളസാക്ഷ്യം, പരദൂഷണം, സകല തിന്മകളും മുളയെടുക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയമാണ് ശുദ്ധമാക്കണ്ടേ. അതുകൊണ്ട് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, കുഞ്ഞേ നിന്റെ വസ്ത്രമല്ല കീറണ്ടേ, മറിച്ച് നിന്റെ ഹൃദയമാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ നിന്റെ ഹൃദയഭാവത്തിലോ. അതുകൊണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാണ് എന്നുള്ള അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിയണം, ഏതൊക്കെ ദൈവമക്കള് ഹൃദയം ശുദ്ധമാക്കാൻ, ഹൃദയം വിശുദ്ധീകരിക്കാനായിട്ട് പരിശ്രമിച്ചോ ആ വ്യക്തിയിലൂടെ മാത്രമേ ദൈവാനുഗ്രഹം വരുള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമായിട്ട് വലിയ വലിയ പാപത്തിലേക്ക് ആ വ്യക്തി വീണു പോകുമെന്നുള്ള സത്യം ഈ കാലഘട്ടത്തിന്റെ ഓരോ മക്കളും തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, മനസ്സിനേറ്റ മുറിവിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ അടിത്തട്ടില് അടിഞ്ഞു കിടക്കുന്ന, അടിഞ്ഞു കൂടുന്ന പാപങ്ങള്. ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ട മക്കളെ, ദുഷിച്ച വാക്കുകൾ കേട്ടതിലൂടെ, ദുഷിച്ച കാര്യങ്ങൾ, അശുദ്ധിയുടെ കാര്യങ്ങൾ കാണുന്നതിലൂടെ, മാതാപിതാക്കളിൽ നിന്ന് പകരപ്പെട്ടതിലൂടെ, നമുക്ക് കിട്ടിയ തിക്താനുഭവങ്ങളിലൂടെ, നമ്മൾ ചെയ്തു കൂട്ടിയുള്ള ചില പാപത്തിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, പ്രിയപ്പെട്ടവരെ ഇതിലൂടെയൊക്കെ പല പാപങ്ങൾ ഓരോ മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തട്ടില് ഒളിഞ്ഞു കിടപ്പുണ്ട്.
പല ദുർവാശിയുടെ പിന്നിലെ കാരണം, പല ആസക്തിയുടെ പിന്നിലെ കാരണം, പല ഭയത്തിൻ്റെ പിന്നിലെ കാരണം ഇപ്രകാരം മനസ്സിൻ്റെ അടിത്തട്ടില് അടിഞ്ഞു കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ചില തിന്മകളാ. പ്രിയപ്പെട്ടവരെ, ഈ തിന്മകൾ കണ്ടെത്തി ഇത് തമ്പുരാന്റെ രക്തത്താൽ കഴുകപ്പെടാനായിട്ട്, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ദൈവമക്കൾ തയ്യാറാകുമ്പോഴാ ഈ തിന്മയുടെ കെട്ടിൽ നിന്നും, ഈ കഠിന ഹൃദയത്തിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മൂന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, മനസ്സിലുള്ള വെറുപ്പ്. പല ദൈവമക്കളും പറയണ കേട്ടിട്ടില്ല, ദുർമരണമെന്ന്. എന്താ മക്കളെ ദുർമരണം അല്ലെങ്കിൽ പെടുമരണം? വെള്ളപ്പൊക്കത്തിൽ പോയി മരിക്കുന്നതാണോ? ഇടിമന്നലേറ്റ് മരിക്കുന്നതാണോ? വണ്ടി ആക്സിഡന്റിൽ മരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ദുർമരണം, പെടുമരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ച് മരിക്കുന്നതിന് പറയുന്ന പേരാണ് ദുർമരണം അല്ലെങ്കിൽ പെടുമരണം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വെറുപ്പ് ഇത്ര മാരകമായിട്ടുള്ള, ഹൃദയം കഠിനമാക്കുന്ന ഒരു പാപശക്തിയാണെന്ന് പറയാൻ കാരണം എന്താ? യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ കൽപ്പനയെ വെട്ടി നുറുക്കി കളയുന്ന കാര്യമാണ് മനുഷ്യന്റെ മനസ്സിൽ കിടക്കണം വെറുപ്പ്. പ്രിയപ്പെട്ടവർ, ദൈവമക്കളെ, ടി വിയിലോ അല്ലെങ്കിൽ പത്രത്തിൽ ചില വാർത്ത കാണുമ്പോൾ നമ്മളൊക്കെ പറയാറില്ലേ, ഇവന്റെയൊക്കെ ഹൃദയം കഠിനമായി പോയല്ലോ, ഈ മകളുടെയൊക്കെ ഹൃദയം കഠിനമായി പോയല്ലോ, ഇവരുടെയൊക്കെ മനസാക്ഷി മരവിച്ചു പോയല്ലോ. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ വലിയ ക്രൂര പാപങ്ങള്, വലിയ ക്രൂര തിന്മകൾ ചെയ്യാനുള്ള ശക്തി ഇവർക്ക് കിട്ടുന്നത് എങ്ങനെയാ? ഏത് ദൈവ പൈതലിന്റെ ഹൃദയത്തില് ഇപ്രകാരം വെറുപ്പ് അടിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ടുണ്ടോ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാകുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് വെറുപ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ, വെറുപ്പിന്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടോ ഇല്ലയോ എന്നറിയാൻ, മക്കളെ, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഏതെങ്കിലും ചില ഭവനത്തിലേക്ക് കയറി ചെല്ലാൻ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ, ആരോടെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ, കുഞ്ഞേ, നിന്റെ ചങ്കിൻ്റെ അകത്തും വെറുപ്പിന്റെ വിത്ത് കിടപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. വെറുപ്പ് ഹൃദയത്തിൽ വന്നാൽ ഒരു പ്രശ്നമുണ്ട് മക്കളെ. മറ്റുള്ളവന്റെ തിന്മ കാണാൻ, മറ്റുള്ളവന്റെ തിന്മ പറയാൻ, മറ്റുള്ളവരുടെ തിന്മ കേൾക്കാൻ, തിന്മ ചിന്തിക്കാൻ, തിന്മയിൽ ജീവിക്കാൻ വലിയ ദാഹമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദുരാശയുടെ വേരുകള്, മനസ്സിനേറ്റ മുറിവിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന പാപത്തിന്റെ കെട്ടുകള്, വെറുപ്പിന്റെ കെട്ടുകള് ഏത് ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ അടിഞ്ഞു കൂടി കിടപ്പുണ്ടോ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാകും. കഠിനമായ ഹൃദയം മാറ്റണമെങ്കിൽ രണ്ട് കാര്യം: ഒന്ന്, യേശുവിന്റെ രക്തമൊഴുകണം; രണ്ട്, ദൈവജനം പരിഹാരം ചെയ്ത് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഈ കഠിന ഹൃദയത്തിന്റെ അവസ്ഥ വിട്ടുമാറൂ. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എഫേസ്യസ് ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. ഹൃദയം കഠിനമാകുമ്പോൾ 6 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അജ്ഞതയുണ്ടാകുന്നു; രണ്ട്, തൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറയാൻ തുടങ്ങുന്നു; മൂന്നാമത്തെ കാര്യം, ആ വ്യക്തിയുടെ ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നു; 4, തിന്മയെ നന്മയായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നു; 5, പാപബോധം നഷ്ടപ്പെടുന്നു; 6, നന്മയെ തിന്മയായിട്ട് അല്ലെങ്കിൽ തിന്മയെ നന്മയായിട്ട് വ്യാഖ്യാനിക്കുന്നു. ചില ദൈവമക്കൾ ഇന്ന് കാണത്തില്ലേ, ലവ് ജിഹാദ് കുഴപ്പമില്ലെന്നേ, ലിവിങ് ടുഗദർ കുഴപ്പമില്ലെന്നേ, ഗേ മാരേജ് കുഴപ്പമില്ലെന്നേ, എന്ന് വെച്ചാൽ ലഹരി മേഖല കുഴപ്പമില്ലെന്നേ, അബോർഷൻ കുഴപ്പമില്ലെന്ന് എന്ന് വെച്ചാൽ ഏതൊക്കെ തിന്മകളുണ്ടോ, ഏതൊക്കെ പ്രമാണത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന മക്കളുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, അത് കഠിന ഹൃദയരായിട്ടുള്ള ഹൃദയ കാഠിന്യം മൂലം തിന്മയിലേക്ക് വീണ് കിടക്കുന്ന മക്കളാ. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, ഈ ഹൃദയം കഠിനമാകുമ്പോൾ ചില പ്രത്യേകതകൾ കാണാൻ പറ്റും. ഒന്ന്, അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല; 2, ക്ഷമിക്കാൻ പറ്റുന്നില്ല; 3, ത്യജിക്കാൻ പറ്റുന്നില്ല; 4, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല; 5, സഹിക്കാനായിട്ട് പറ്റുന്നില്ല; അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അവരുടെ ഒരു സ്വഭാവമുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കെന്ത് കിട്ടും, ഞാൻ എന്തിനാ സഹിക്കുന്നേ. അവരുടെ ഭാഷയുടെ പ്രത്യേകത എന്താ? ലാഭനഷ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഭാഷ.
പ്രിയപ്പെട്ടവരെ, അവരുടെ ഒരു ചിന്താഗതിയുണ്ട്. എന്ന് വെച്ചാൽ എനിക്കെല്ലാം ശരിയായി കിട്ടണം, മറ്റുള്ളവർ വേദനിച്ചോട്ടെ, മറ്റുള്ളവർ കഷ്ടപ്പെട്ടോട്ടെ, മറ്റുള്ളവർക്ക് നഷ്ടം വന്നോട്ടെ, എനിക്കൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന ആർത്തതയോ അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി പ്രതികാരദാഹത്തോടുകൂടി ജീവിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, അത് ഹൃദയം കഠിനമായി എന്നതിന്റെ തെളിവാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള മക്കൾ എവിടെയാ ഉള്ളത്? ഹൃദയം കഠിനമായിട്ടുള്ള മക്കളെ കാണണമെങ്കിൽ നീ ആദ്യം നിന്റെ ചങ്കിന്റെ അകത്തേക്ക് നോക്ക്. 2, കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയുടെ ഹൃദയത്തിന്റെ അകത്തേക്കൊന്ന് നോക്ക്. നിന്റെ കുടുംബാംഗങ്ങളുടെ സ്വന്തക്കാരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് നോക്ക്. നിന്റെ അയൽപക്കക്കാരുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഈ ലോകത്തില് അനേകം മക്കള് ഹൃദയം കഠിനമാക്കിയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവരെ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കിയിട്ട് ഇന്ന് നമ്മളോട് ചോദിക്കുക, ഈ മക്കളെ രക്ഷിക്കുവാൻ, ഇവരെ രക്ഷിക്കാനായിട്ട് കുഞ്ഞെ എൻ്റെ കൂടെ എന്നോടൊപ്പം നിനക്ക് മുട്ടുകുത്താമോ? എന്നോടൊപ്പം നിനക്കൊന്ന് ഉപവസിക്കാമോ? എന്നോടൊപ്പം നിനക്കൊന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാമോ? എന്നോടൊപ്പം നിന്റെ വേദനകൾ മുഴുവനും ഒന്ന് കാഴ്ചവെച്ച് സഹിച്ചുകൊണ്ട് ഈ ആത്മാക്കളെ രക്ഷിക്കാൻ നിനക്കൊന്ന് തയ്യാറാകാമോ? എത്ര മക്കളുണ്ട് ഇപ്രകാരം നഷ്ടപ്പെട്ട് പാപത്തിലേക്ക് വീണ് കിടക്കുന്ന മക്കളെ രക്ഷിക്കാൻ തയ്യാറാകുന്നവര്? അനേക വ്യക്തികൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ മുഴുവനും വേദനയാ. അറിവ് വെച്ച നാള് മുതൽ അല്ലെങ്കിൽ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് മുതൽ എൻ്റെ ജീവിതത്തിൽ എന്നും കുരിശുകളാ, എന്നും വേദനകളാ, എന്നും സഹനങ്ങളാ. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ കർത്താവ് ഇത്രമാത്രം സഹനങ്ങൾ തരുന്നത്? എനിക്ക് പറയാനുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ദൈവം തരുന്ന സഹനമാണെങ്കിൽ ദൈവമക്കളെ ഇത് മുഴുവനും സ്നേഹത്തോടെ സ്വീകരിച്ച് ഇപ്രകാരമുള്ള ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിന്റെ പല പ്രശ്നവും മാറും. അവിടെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ദൈവം അനുവദിക്കുന്ന ചില സഹനമുണ്ട്, സാത്താൻ തരുന്ന ചില സഹനമുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമായിട്ട് അതിൻ്റെ അനന്തര ഫലമായിട്ട് വരുന്ന ചില സഹനമുണ്ട്. ആര് തരുന്ന സഹനമായിക്കോട്ടെ മക്കളെ, സാത്താൻ തരുന്ന സഹനമാണെങ്കിലും ആ സഹനം സ്നേഹത്തോടെ സ്വീകരിച്ച് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ പിന്നെ സാത്താൻ സഹനം തരുമോ? കാരണം അവൻ്റെ ദേഷ്യം ആത്മാക്കൾ രക്ഷപ്പെടരുത്. നീ രക്ഷയ്ക്ക് വേണ്ടി സഹനം സമർപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൻ തരില്ല. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം അനുവദിക്കുന്ന സഹനമാണെങ്കിൽ അത് ആത്മരക്ഷയ്ക്കാ മക്കളെ. ദൈവം അനുവദിക്കുന്ന സഹനം ഇതുപോലെ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പൂർത്തീകരണം വരുമ്പോൾ നിന്റെ ജീവിതം സമാധാനപൂർണമാകാൻ തുടങ്ങുക. നമ്മൾ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമായിട്ടുണ്ടാകുന്ന സഹനമാണെങ്കിൽ ആ പാപത്തിന് പരിഹാരമായിട്ട് അത് കാഴ്ചവെക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ മാറിപ്പോകുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കുക, കടബാധ്യതയുള്ള മക്കളില്ലേ? തകർന്നിരിക്കുന്ന മക്കളില്ലേ? ഒറ്റപ്പെടലിൽ കഴിയുന്ന മക്കളില്ലേ? രോഗികളായി കഴിയുന്ന മക്കളില്ലേ? തളർവാദ രോഗം പിടിപെട്ട മക്കളില്ലേ? എൻ്റെ മക്കളെ, എന്തായാലും നമ്മൾ സഹിക്കുവല്ലേ? എന്തായാലും നമ്മൾ സഹിക്കുകയല്ലേ? മുഖം വാട്ടാതെ, കുറ്റം ആരോപിക്കാതെ, പിണങ്ങാതെ, പിറുപിറുക്കാതെ, പഴിചാരാതെ, വിധിക്കാതെ ആ കാണുന്ന സഹനം മുഴുവനും ഒന്ന് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആത്മാക്കൾ രക്ഷയ്ക്കായിട്ട് ഒന്ന് കാഴ്ചവെച്ചാൽ എത്രയോ ആത്മാക്കളാ മക്കളെ രക്ഷപ്പെടുന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാ നമ്മൾ പിറുപിറുക്കാൻ കാരണം? എന്തുകൊണ്ടാ നമ്മൾ ഇപ്രകാരം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ മുഖം വാട്ടാൻ കാരണം? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ കുരിശ് യാത്ര പരിശോധിച്ച്, ഈശോ കുരിശുമായിട്ട് പോകുന്ന സമയത്ത് ഈശോ പിറുപിറുത്തില്ല, പഴിചാരിയില്ല, വിധിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല. എന്നാൽ ഈശോയുടെ പുറകില് 2 കള്ളന്മാർ കുരിശു ചുമന്നു. അവർ പിറുപിറുത്തു, പഴിചാരി, വിധിച്ചു, കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാ മക്കളെ ഈശോ ചെയ്തില്ല? എന്തുകൊണ്ട് കള്ളന്മാർ ചെയ്തു? ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഈശോ
താൻ കുരിശെടുക്കുന്നതിൻ്റെ തലേ ദിവസം ഗെത്സമനിയില് പിതാവുമായിട്ട് ഗാഢബന്ധത്തിൽ ഒന്നായപ്പോൾ പിറ്റേ ദിവസം തൻ്റെ ജീവിതത്തിലേക്ക് കുരിശ് വന്നപ്പോൾ ഈശോ കുരിശായിട്ടല്ല കണ്ടേ, മറിച്ച് പിതാവിൻ്റെ 2 കരമായിട്ട് കണ്ടു. മക്കളെ, ഇന്ന് നിന്റെ ജീവിതത്തില് കുരിശുകൾ വരുമ്പോൾ, സഹനം വരുമ്പോൾ, പിറുപിറുക്കുന്നുണ്ടെങ്കിൽ, പഴി ചാരുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നീയും ദൈവവും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലാണോ എന്ന് പരിശോധിക്കേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. പരിശുദ്ധ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പരിശുദ്ധ ബൈബിളില് വേദനകൾ സ്നേഹത്തോടെ സ്വീകരിച്ച് അനുഗ്രഹം സ്വന്തമാക്കിയ കുറച്ച് പേരുണ്ട്. ഒന്നാമത്തെ വ്യക്തിയുടെ പേരാ നോഹ. 20 വർഷക്കാലം തനിക്ക് കിട്ടിയിട്ടുള്ള വേദനകൾ മുഴുവനും സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോൾ എന്താ അനുഗ്രഹം കിട്ടിയത്? പുതിയ ജനതയുടെ ആരംഭകാരനാക്കി മാറ്റുകയാണ്. അബ്രാഹത്തിന്റെ ജീവിതം നോക്കിക്കേ, 100 വർഷം കിട്ടിയ സഹനം മുഴുവനും സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോൾ വിശ്വാസികളുടെ പിതാവായിട്ട് തീരുകയാണ്. യാക്കോബ് 14 വർഷക്കാലം കിട്ടിയ സഹനം മുഴുവനും സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോൾ 12 ഗോത്രങ്ങളുടെ പിതാവായി മാറുകയാണ്. ജോസഫ് 13 വർഷക്കാലം തൻ്റെ ജീവിതത്തിൽ കിട്ടിയ സഹനം മുഴുവനും സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെച്ചപ്പോൾ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറുകയാണ്. മോശ 40 വർഷക്കാലം സ്നേഹത്തോടെ സഹനങ്ങൾ സ്വീകരിച്ചപ്പോൾ വലിയ നേതാവാകുകയും 10 കൽപ്പന മോശയിലൂടെ നൽകപ്പെടുകയും ചെയ്യുക. ജോബ് 20 വർഷക്കാലം സ്നേഹത്തോടെ സഹനം സ്വീകരിച്ചപ്പോൾ അധിക സമൃദ്ധിക്ക് കാരണമായിട്ട് തീരുകയാണ്. ലാസർ കുറെ വർഷം സഹനം സ്വീകരിച്ചപ്പോൾ അബ്രാഹത്തിന്റെ മടിയിലിരിക്കാൻ കൃപ കിട്ടുകയാണ്. മർത്ത മറിയം 3-4 ദിവസം സഹനം സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോൾ ലാസറിന്റെ ഉയർപ്പ് കാണുവാൻ കാരണമായി തീരുകയാണ്. തളർവാദ രോഗി 38 വർഷക്കാലം സഹനം സമർപ്പിച്ചപ്പോൾ, സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തു നൽകിയ രക്ഷയും സൗഖ്യവും സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിഞ്ഞുകൊള്ളുക ദൈവമക്കളെ, എല്ലാ സഹനത്തിൻ്റെ പിന്നില് ദൈവം ഒരനുഗ്രഹത്തിൻ്റെ നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കിട്ടുന്ന സഹനം ആത്മാക്കൾ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെച്ചാൽ അതിലൂടെ ആത്മാക്കൾ രക്ഷപ്പെടും, നിന്റെ ജീവിതവും അനുഗ്രഹമായി തീരുകയും ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നേ മക്കളെ, പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നേ. ഹൃദയ കാഠിന്യത്തിൽ കടക്കുന്ന ഒരു മകനോ ഒരു മകളോ ഇന്ന് നഷ്ടപ്പെടരുത്, ഇന്ന് നഷ്ടപ്പെടരുത്. വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മാലാഖ കൊതിക്കുന്ന, നമ്മളെ കുറിച്ച് കൊതിക്കുന്ന 2 കാര്യം. ഒന്ന്, ദൈവമക്കൾ സഹനം സ്നേഹത്തോടെ സ്വീകരിക്കുന്നതും 2, പരിശുദ്ധ കുർബാന സ്വീകരണമാണ്. മക്കളെ, ഏതു മക്കൾ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചോ, ആത്മാക്കൾ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചോ, അതിലൂടെ അനുഗ്രഹം വരും, വിടുതൽ വരും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയ കാഠിന്യം മൂലം കിടക്കുന്ന, ഏതൊക്കെ തിന്മയിലേക്ക് വീണ് കിടക്കുന്ന മക്കളുണ്ടോ അവരുടെ മാനസാന്തരത്തിനായിട്ട് ഒന്ന് സ്വരം ഉയർത്തി, ഹൃദയം ഉണർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമേ, ആത്മാക്കളെ രക്ഷിക്കണമേ, ആത്മാക്കളെ രക്ഷിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ. ഒരാത്മാവും നഷ്ടപ്പെടല്ലേ, ഒരാത്മാവും നഷ്ടപ്പെടല്ലേ. ആത്മാക്കളുടെ മേൽ കരുണയൊടിക്കണമേ. ഹൃദയ കാഠിന്യമുള്ള ഓരോ ആത്മാക്കളുടെ മേലും നിന്റെ കരുണയൊടിക്കണമേ. രക്ഷിക്കണേ അപ്പാ, രക്ഷിക്കണേ അപ്പാ, രക്ഷിക്കണേ അപ്പാ. ഹല 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 ഹല. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒറ്റവിളി യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരുന്നു കൊണ്ട് ഈശോ റാണി ചേച്ചിയിലൂടെ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനാരൂപത്തിൽ നമ്മൾ സ്വീകരിക്കണം. ഇപ്പോൾ റാണി ചേച്ചിയിലൂടെ സംസാരിക്കുന്ന സമയത്ത് മക്കളെ, മനസ്സിൽ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഇത് മനസ്സിൽ ഉരുവിട്ട് ആരും കേൾക്കണ്ട, മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. ആ സന്ദേശം പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വരും. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് ശ്രവിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ, ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ മഹത്വവും ത്രിയേക ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ത്രിയേക ദൈവത്തിൻ്റെ ആശീർവാദത്തിനായി ഈ സമയങ്ങളെ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. അമ്മ 98 മെയ് 31 തന്ന സന്ദേശങ്ങളാണ്. ലോകം പൂർണ്ണമായിട്ടും നവീകരിക്കപ്പെടണം. ദ്വിതീയ പെന്തക്കുസ്തായ്ക്ക് സഭ തേജസ്വിനിയായി ഒരുങ്ങണം. എല്ലാ മക്കളും ഒരുങ്ങണം. അതിനായി മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയും നിങ്ങളുടെ അമ്മയുമായ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പൂർണ്ണമായി നവീകരിക്കപ്പെടണമെന്ന് അമ്മ പറയുമ്പോൾ, നവീകരണം ഏതൊക്കെ മേഖലയിൽ വേണമെന്ന് ചിന്തിക്കാൻ സമയമില്ല. എല്ലാ മേഖലയിലും നവീകരണം ആവശ്യമാണ്. ദ്വിതീയ പെന്തക്കുസ്തായ്ക്ക് സഭ തേജസ്വിനിയായിട്ട് ഒരുങ്ങണം. സഭ ചുളിവുകളോ പാടുകളോ ഇല്ലാത്ത തേജസ്വിനിയായിട്ട് നിലനിൽക്കണം ദ്വിതീയ പെന്തക്കുസ്തയുടെ സമയത്ത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സഭാമക്കൾ നിറയണം. മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും എല്ലാ കർദിനാൾമാർക്ക് വേണ്ടിയും മെത്രാന്മാർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഏകസ്ഥർക്കും കുഞ്ഞു പൈതങ്ങൾക്കും യുവതി യുവാക്കൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സഭ. ആ സഭ തേജസ്വിനിയാകുന്നത് നമ്മുടെ പരിവർത്തനത്തിലൂടെയാണ്, നമ്മുടെ മാനസാന്തര ജീവിതത്തിലൂടെയാണ്. അമ്മ പറയുന്നു, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും എൻ്റെ തിരുക്കുമാരൻ്റെ പ്രതിരൂപം നിങ്ങളിൽ പൂർണ്ണമായി പ്രകാശിക്കുകയും ചെയ്യുന്നതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുവിൻ. ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും ആരുടെ രൂപമാണ് നമുക്കുള്ളതെന്ന്. നമ്മളെ കണ്ട പലരും പറയും അമ്മയെ പോലെ ഇരിക്കുന്നു, അപ്പനെ പോലെ ഇരിക്കുന്നു എന്ന്. ആ അപ്പനെ അമ്മേനെയും കണ്ടപ്പോൾ ഇതിന് മുൻപുള്ള തലമുറ പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അപ്പനെ അമ്മേനെയും പോലെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അറിയാം അവരാരെ പോലെയൊക്കെ ഇരുന്നേ, നമ്മൾ ആരെ പോലെ ഇരിക്കുന്നേ, നമ്മുടെ കർത്താവിനെ പോലെ നമ്മൾ ഇരിക്കുന്നേ. നമ്മളുടെ ഈശോയുടെ രൂപ നമുക്കൊക്കെ ഉള്ളത്. വചനം സാക്ഷ്യപ്പെടുത്തുന്നില്ലേ, ദൈവം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഞാനും നിങ്ങളും മനുഷ്യരാണ്, ദൈവത്തിൻ്റെ ഛായയാണ്. പരിശുദ്ധ അമ്മ പറയുക, യേശുവിൻ്റെ തിരുക്കുമാരൻ്റെ, അമ്മയുടെ തിരുക്കുമാരൻ്റെ പ്രതിരൂപം നിങ്ങളിൽ പൂർണ്ണമായിട്ട് പ്രകാശിക്കണം. പ്രകാശിക്കുന്നതിനായിട്ട് പരിശ്രമിക്കണം. ഒരു ലൈറ്റ് അതിൻ്റെ വെളിച്ചം കിട്ടണമെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് അവിടെ വെക്കണമെങ്കിൽ അതിൻ്റെ വയറിംഗ് ഒക്കെ നടത്തണം. വയറിംഗ് നടത്തിയാൽ മാത്രം പോരാ, അതിലേക്ക് കണക്ഷൻ കിട്ടണം. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഓഫീസർ അത് അനുവദിച്ചിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ച കുറേ പേര് വന്ന് നമുക്ക് കറണ്ട് കണക്ഷൻ തരണം. ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ കിട്ടിയാൽ മാത്രം പോരാ, ആ കണക്ഷൻ എല്ലാ സ്വിച്ചുകളിലേക്കും ഉണ്ടോ എന്ന് നോക്കണം. ആ സ്വിച്ചുകളിൽ നിന്ന് ബൾബിലേക്ക് പോകണം. ആ ബൾബ് പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അതുപോലെ നമ്മുടെ കർത്താവ് നമ്മളിൽ പ്രകാശിക്കണമെങ്കിൽ കുറേ പ്രോസസ്സിലൂടെ നമ്മൾ പോകണം. ലളിതമായിട്ട് പോയാൽ മതി, പക്ഷെ അതിൻ്റെ ഫലമോ അനുഭവമായ മഹത്വമായിരിക്കും. അങ്ങനെ വെളിച്ചത്തിൽ നിറഞ്ഞ മക്കൾ സഭയിലുണ്ടെങ്കിൽ സഭ തേജസ്വിനിയാണ്. വെളിച്ചമില്ലാത്ത മക്കളുടെ ജീവിതം കൊണ്ട് മാത്രം സഭയെ നയിക്കുന്ന ശൈലികൾ ഉണ്ടാകുമ്പോഴാണ് അന്ധകാരം വ്യാപിക്കുന്നത്. സഭ അറിയണം,
സഭ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം. സഭ എന്ന് പറയുമ്പോൾ ഏതാനും ബിഷപ്പുമാരെ ഒന്നും ഓർക്കരുത് കേട്ടോ. സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും പിതാക്കന്മാരെല്ലാം ചേർന്ന് തന്നെയാണ്. അപ്പം നമ്മളുടെയൊക്കെ കുറവുകൾ പിതാക്കന്മാർക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ വരും. ഞാൻ ഒന്നിനെ ന്യായീകരിക്കുകയല്ല. സഭയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതും ഒക്കെയുണ്ട്. അതൊക്കെ കാരണം ആ കാരണങ്ങൾ ചികഞ്ഞു പോകാതെ കർത്താവിനോട് അതൊക്കെ സമർപ്പിച്ച് നമ്മുടെ ജീവിതം തേജസ്സമാക്കിയിട്ട് പ്രാർത്ഥിക്കുക. അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. മക്കളെ, സമയം സമാഗതമായിരിക്കുന്നു. ഓരോരുത്തരും സ്വർഗീയ സത്യത്തിൻ്റെ ജ്വലിക്കുന്ന അഗ്നിയാൽ സ്വയം കാണേണ്ടതും പരിവർത്തനത്തിൻ്റെ മാർഗത്തിലൂടെ പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും അനുഗ്രഹത്തിൻ്റെയും ശാന്തിയുടെയും മഹത്വത്തിൻ്റെ ദിനങ്ങളിലേക്ക് ഒരുങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അമ്മ ഇത് പറയുമ്പോൾ സമയം സമാഗതമായിരിക്കുന്നു. എന്തിനുള്ള സമയമാണെന്ന് നമ്മളിപ്പോൾ കേട്ടു. കർത്താവിൻ്റെ സ്നേഹവും കരുണയും ലോകം മുഴുവനും എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയമാണിത്. ആ സമയമെത്തി. എല്ലാവരിലും അറിയണം കർത്താവ് ആരാണെന്ന്, ദൈവസ്നേഹം എന്താണെന്ന്. ശുദ്ധീകരണത്തിൻ്റെയും ദുരിതങ്ങളുടെയും നിർണായകമായ ഈ കാലം പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. നമ്മൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട കാലമല്ല. ശുദ്ധീകരണത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഈ നിർണായകമായ കാലം. ഇങ്ങനത്തെ കാലം എപ്പോഴും കിട്ടില്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി ശുദ്ധീകരിക്കപ്പെടേണ്ട കാലം അത് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമുക്ക് നിരാശയും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കാലത്തെ അടയാളങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ആകയാൽ മാതൃസഹജമായ സ്നേഹത്തോടെ ഈ അമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, പാപരാഹിത്യത്തിൻ്റെ മാർഗത്തിലൂടെ മനുഷ്യകുലത്തിൻ്റെ സ്രഷ്ടാവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന് വിധേയരാകുവിൻ. വിധേയത്വമില്ലായ്മയാണ് പലപ്പോഴും വഴക്കുകളിലേക്കും തർക്കങ്ങളിലേക്കും ആക്രോശങ്ങളിലേക്കും മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പാപരാഹിത്യത്തിൻ്റെ മാർഗത്തിലൂടെ പാപം ചെയ്തിട്ട് ആർക്കും വിധേയരാകേണ്ട. പാപത്തിൻ്റെ മുൻപിൽ ആരും ആമേൻ പറയണ്ട. പാപത്തിൻ്റെ മുൻപിൽ ആരും ഫിയാത്ത് പറയണ്ട. കർത്താവ് പറഞ്ഞത് പാപരാഹിത്യത്തിലൂടെ മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടാവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന് വിധേയനാകുക. അതുമാത്രം മതി. മക്കളെ, മാതൃകാ ക്രിസ്തീയ ജീവിതം നയിക്കുവിൻ. മാതൃകാ ക്രിസ്തീയ ജീവിതം നയിക്കുവിൻ. നമ്മുടെ ജീവിതം കണ്ടിട്ട് കർത്താവിനെ സ്നേഹിക്കാനും അറിയാനും മറ്റുള്ളവർക്ക് സാധിക്കണം. അതിനുള്ള മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അടിച്ചു പൊളിയിലും ഒരു വിശുദ്ധിയുടെ ജീവിതമുണ്ട്. നന്മ കൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ചൂടെ? എന്തിനാ തിന്മ കൊണ്ട് മാത്രം അടിച്ചു പൊളിക്കുന്നേ? അടിക്കേണ്ട, പൊളിക്കേണ്ട. നമുക്ക് ദൈവസ്നേഹത്തിലേക്ക് വളർന്ന് ജീവിക്കാം. മാതൃകാപരമായിട്ടുള്ള ജീവിതം. ചിലരെയൊക്കെ കാണുമ്പോൾ പറയാറില്ലേ, വളരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണിതെന്ന്. അവരുടെ ഉള്ളിൽ സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല, ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല, രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, അസമാധാനം ഇല്ലാഞ്ഞിട്ടല്ല, എങ്കിലും കരുതലോടെ മാതൃകയായി ജീവിക്കുന്ന ഒരുപാട് ഭവനങ്ങളുണ്ട്. നമുക്കങ്ങനെ ജീവിക്കാം. പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര അനുഷ്ഠാനങ്ങൾ ഇവയിൽ തൽപരരാകുവിൻ. അമ്മ വീണ്ടും പറയുക, പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര അനുഷ്ഠാനങ്ങളിൽ തൽപരരാകുവിനെന്ന്. അപ്പോൾ ചിന്തിക്കണം, അമ്മ ഇതൊക്കെ പറയുമ്പോൾ മക്കൾക്ക് ഏതിലാ ഇപ്പൊ താല്പര്യം കൂടുതലുള്ളേ? എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ തൽപരരായിരിക്കുന്നേ? ഒന്ന് ചിന്തിച്ചേ. ഞാൻ വീണ്ടും 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 പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കും, ഇതൊക്കെ ഒരു കുറ്റപ്പെടുത്തലാണല്ലോ, മുൻവിധിയാണല്ലോ എന്ന്. ഞാനും ഈ ലോകത്തല്ലേ ജീവിക്കുന്നേ. കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഓരോ ദിവസവും പ്രാർത്ഥനകൾക്കായി നിയോഗങ്ങൾ വിളിച്ച് അനേകർ പറയുന്നതും അറിയാവുന്നത് കൊണ്ട് പറയാ, നമ്മൾ എന്ത് കാര്യത്തിലാ തൽപരരായിരിക്കുന്നേ? ദൈവം തന്ന സാധ്യതകളെ അനുഗ്രഹമാക്കി മാറ്റാതെ സാധ്യതകളെ സാധൂകരിക്കുന്ന അനുഭവങ്ങളാക്കി
സ്വയം തൃപ്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിലാണ് നിനക്ക് താല്പര്യമെങ്കിൽ, ജഡത്തിലാണ് നിനക്ക് താല്പര്യമെങ്കിൽ, തിന്മ ചെയ്യുന്നതാണ് നിനക്ക് താല്പര്യമെങ്കിൽ, മോഷണമാണ് നിനക്ക് താല്പര്യമെങ്കിൽ, പരദൂഷണമാണ് നീ താല്പര്യം കാണിക്കുന്നതെങ്കിൽ, കുറ്റം വിധിക്കലാണ് എൻ്റെ താല്പര്യം, അതിലാണ് ഉടക്കി കിടക്കുന്നതെങ്കിൽ, സ്വയം പ്രശംസിക്കുന്നതിലാണ് നിനക്ക് താല്പര്യത എങ്കിൽ, മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടാനാണ് നിന്റെ താല്പര്യമെങ്കിൽ, അതെല്ലാം കുഞ്ഞേ നിന്നെ പാപത്തിലേക്ക്, നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയാ, പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം എന്നിവയിൽ തൽപരരാകുവിൻ. വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിക്കുവിൻ. ഉറച്ച ജീവിതം ഇങ്ങനെ ആലില പോലെ ഇളകുന്നതല്ല. ഒരാളൊന്ന് തൊട്ടാല് വിമി കരയുന്ന ജീവിതമല്ല വിശ്വാസത്തിന്റെ ജീവിതം. ഒരാളൊന്ന് നോവിച്ചാല് 10 ഇരട്ടി അവനെതിരെ ദ്രോഹം ചൊരിയുന്നതല്ല വിശ്വാസ ജീവിതം. യേശു ക്ഷമിച്ചതുപോലെ, യേശു സ്നേഹിച്ചതുപോലെ, യേശു അനുഗ്രഹിച്ചതുപോലെ, യേശു കരുണ ചൊരിഞ്ഞതുപോലെ ജീവിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. സഭയെ സ്നേഹിക്കുവിൻ. കൂദാശ അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനാ ജീവിതത്തിലും തീക്ഷ്ണതയുള്ളവരാകുവിൻ. ഒരുവന്റെ പാപങ്ങൾ മണൽത്തരി പോലെ എണ്ണമറ്റതായാലും കുമ്പസാരം എന്ന കൂദാശയുടെ മൂല്യം മനസ്സിലാക്കി നിരാശനാകാതെ അത് സ്വീകരിച്ചാൽ അത് എത്രയോ വരപ്രസാദദായകമായ അനുഭവമായിരിക്കും. പരിശുദ്ധ അമ്മ പറയാ, ഒരുവിന്റെ പാപങ്ങൾ മണൽത്തരി പോലെ എണ്ണമറ്റതായാലും സാരമില്ല കുഞ്ഞേ, സാരമില്ല, നീ പാപിയാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നീ എഴുന്നേറ്റിട്ട് നീ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുക, അതിൻ്റെ മൂല്യം മനസ്സിലാക്ക്. വിശുദ്ധ കുർബാനയെ പോലെ തന്നെ വിശുദ്ധമായൊരു കൂദാശയാണ് കുമ്പസാരം. പരിശുദ്ധ അമ്മ വീണ്ടും അത് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിന്നെ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊക്കിയെടുത്തിട്ട് അൾത്താരയിലേക്ക് കൊണ്ടുപോകുന്ന കൂദാശയാ കുമ്പസാരം. അത് പാപബോധമില്ലാതെ നടത്തേണ്ടതല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്, വികാരിയച്ഛനെ തൃപ്തിപ്പെടുത്താനാകരുത്, പാപങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാകരുത്, ഒരു ലഘുപാപം പോലും നീ ഏറ്റു പറയാതിരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചാൽ അത് നിനക്ക് വരപ്രസാദദായകമായിരിക്കും. അങ്ങനെയുള്ള നിന്റെ ജീവിതം മാതൃകാ ജീവിതമായിരിക്കും. കുമ്പസാരം സാത്താൻ വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്നു. കാരണം ഒരാത്മാവിനെ അവൻ്റെ കൈക്കുള്ളിൽ കിട്ടാൻ തുടങ്ങുമ്പോൾ അതിനെ പരിശുദ്ധാത്മാവ് പിടിച്ചു പറിച്ചെന്നോണം അനുതാപത്തിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പരിശുദ്ധ കുമ്പസാരത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ കൈക്കുള്ളിൽ പെട്ടിരിക്കുന്ന ഒരാത്മാവിനെ അനുതാപം നൽകി പരിശുദ്ധാത്മാവ് പിടിച്ചു പറിച്ചെന്നോണം അനുതാപത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നു, കുമ്പസാരക്കൂടിനരികിലേക്ക് കൊണ്ടുപോകുന്നു. കുമ്പസാരം അവഹേളിക്കപ്പെടാനുള്ളതല്ല. സ്ത്രീകളുടെ അടുത്ത് കുമ്പസാരിക്കണം, സിസ്റ്ററിൻ്റെ അടുത്ത് കുമ്പസാരിക്കണം, അതിനുള്ള നിയമം വരുത്തണം എന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ടൊരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നേ. ക്രിസ്തു അവിടുത്തെ ശിഷ്യന്മാർക്ക് പകർന്നരുളിയ കുമ്പസാരം എന്ന കൂദാശയുടെ പൗരോഹിത്യത്തിലൂടെ നൽകിയിട്ടുള്ള കുമ്പസാരം എന്ന കൂദാശയുടെ പവിത്രതയെ അല്പം പോലും, അതിലൊരു കണിക പോലും അറിയാതെ കുമ്പസാരം എന്ന കൂദാശയെ ചർച്ചയ്ക്ക് വിട്ടുകൊടുത്തിട്ട് നീ ഒരു ചർച്ചയായി മാറരുത് കുഞ്ഞെ. നീ അതിന് ഒരു ക്രിസ്ത്യാനി മാറിയിരുന്ന് കൈയടിക്കരുത്. ലോകം മുഴുവനിലുള്ള എല്ലാ ദൈവമക്കളും അറിയണം, കുമ്പസാരം ഒരു വൈദികന്റെ അടുത്ത് പാപം ഏറ്റു പറയുമ്പോൾ മ്ലേച്ഛത ചെയ്യുന്ന ഒരു അവസരമല്ല അത്. കേൾക്കുന്ന വൈദികനെ ഞങ്ങൾ കാണുന്നത് ഒരു പുരോഹിതനായിട്ട്, ഒരു ഈശോ ആയിട്ടാണ്. ഈശോ ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ കേൾക്കുന്നത്. എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനിയല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണമേ, ഞങ്ങൾ ഒരു പുരോഹിതനെ കുമ്പസാരക്കൂട്ടിൽ സമീപിക്കുന്നത് പാപം ചെയ്യാനല്ല, മ്ലേച്ഛത പറയാനല്ല, നുണ പറയാനല്ല, പാപത്തിന് ലൈസൻസ് തരാൻ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയല്ല. നമ്മുടെ കർത്താവ് രക്ഷകനായ ഈശോ, നീ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് അവകാശപൂർവം, അധികാരപൂർവം, പൗരോഹിത്യ അധികാരപൂർവം തന്നെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് ശ്ലീഹന്മാരിലൂടെ
സഭയിലേക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ക്രിസ്തീയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പാപം ക്ഷമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുമ്പസാരം എന്ന കൂദാശയെ അറിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയുക, കുമ്പസാരത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ, ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, നീ ഒരു പ്രാവശ്യം അനുഭവിക്കുക. നീ ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ കുമ്പസാരത്തെക്കുറിച്ച് നീ ഒരു കുറ്റവും പറയില്ല. കുമ്പസാരം അത് പവിത്രമാണ്. കുമ്പസാരക്കൂട് അത് ബലിപീഠത്തിന് തുല്യമായി തന്നെ നീ കാണണം. നിന്റെ പാപമാകുന്ന ജീവിത ബലിയെ ആ ബലിപീഠത്തിലേക്ക് നീ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്ന് പാപത്തെ നശിപ്പിച്ച് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉണർവിൻ്റെ വരം നൽകി, കൃപ നൽകി, നിന്നെ സ്വർഗമാകുന്ന കൂടാരത്തിലേക്ക് നയിക്കുന്ന, അടുപ്പിക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അതുകൊണ്ട് പാപത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ അറിയുക, നീ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് അടുക്കാൻ നീ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ കർത്താവ് പാപമോചകനായിട്ട് നിന്റെ അടിയിൽ വരികയാണ്, നിന്റെ അടുത്ത് വരികയാണ്, നിന്നെ അനുഗ്രഹിക്കുകയാണ്. നിന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ആഴിയുടെ അഗാധതയിലേക്ക് വലിച്ചെറിയുകയാണ്. കരുണയുടെ ആഴിയുടെ അഗാധം, അതാണ് കർത്താവിൻ്റെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക്, പാപമാലിന്യങ്ങളൊന്നുമില്ലാത്ത ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നീ അത് തിരിഞ്ഞു നോക്കേണ്ട, ധൈര്യമായി മുന്നോട്ട് പോ, ഞാനുണ്ട് കൂടെ എന്ന് കർത്താവ് ഉറപ്പ് നൽകുന്ന കൂദാശയെ സ്വീകരിക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുതേ. അതിനാൽ മക്കളെ, കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും കൂടെ കൂടെ നടത്തുക. അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുക, കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും കൂടെ കൂടെ നടത്തുക. അനുഭവിക്കുന്നവർക്കേ അനുഭവങ്ങളെ തിരിച്ചറിയാൻ സാധിക്കൂ. ഇത് കൃപയുടെ നിമിഷങ്ങളാണ്. കുമ്പസാരവും കുർബാനയും സ്വീകരിക്കാൻ അതിന് നമുക്ക് വൈദികർ വേണ്ടേ, പുരോഹിതർ വേണ്ടേ? വിശുദ്ധിയുള്ള കാര്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധരായ വൈദികർ ലോകത്തുണ്ടാകാൻ വേണ്ടി വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ ദൈവജനം വേണ്ടേ? ദൈവജനം ഉണരണ്ടേ? പ്രാർത്ഥിക്കണം. വിശുദ്ധമായത് വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധരായ വൈദികർ ഈ ലോകത്ത് ഉണ്ട്. എല്ലാവരെയും മഞ്ഞക്കണ്ണിലൂടെ കാണേണ്ട വിശുദ്ധരായ വൈദികരുണ്ട്, വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സമൂഹം മുഴുവനും ഉണരട്ടെ, കൃപയിൽ വളരട്ടെ, കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചുള്ള അജ്ഞത മാറട്ടെ. കുമ്പസാരിക്കുക, പ്രാർത്ഥിക്കുക, ദിവ്യകാരുണ്യം സ്വീകരിക്കുക. അപ്പോഴാണ് കുമ്പസാരത്തിലൂടെ ലഭിച്ച കൃപയുടെ പൂർണ്ണത വരികയുള്ളൂ. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേരെ ചെയ്യപ്പെടുന്ന ദൈവദോഷങ്ങൾ എത്രയോ ആണ്. പരിശുദ്ധ കുർബാനയോടുള്ള ബഹുമാന ആദരവ് വളരെ കുറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആദരവ് ആരിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്? കർത്താവ് പറഞ്ഞില്ലേ, ദൈവജനത്തെ നോക്കിക്കൊണ്ട് ഓശാന പാടി അവിടുത്തെ അനുഗമിച്ചവരോട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുമെന്ന്. അതെ, കല്ലും മണ്ണും ദൈവത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. നീ മണ്ണാണ്, മണ്ണിൽ നിന്ന് രൂപപ്പെട്ടവനാണ് നീ. സ്തുതിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കുർബാനയുടെ ശക്തി, കരുണയുടെ ശക്തി പ്രഘോഷിക്കാനും നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കില്ലെങ്കിൽ അപരനെ നോക്കി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. തിരിച്ചറിവോടെ, ശുദ്ധീകരണത്തിലൂടെ, മാനസാന്തരത്തിലൂടെ ദൈവിക കൃപ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. അമ്മ പറയുന്നു, ആയിരങ്ങളിൽ നിന്നും 10,000-ങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത അഭിഷിക്തരോടും സന്യസ്തരോടും കാണിക്കുന്ന ക്രൂരതകൾ വർദ്ധിച്ചിരിക്കുന്നു. സന്യസ്തരെയും അഭിഷിക്തരെയും കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട്. ഒരു സന്യാസിനിയായി, ഒരു അഭിഷിക്തനായി എന്നതിൻ്റെ പേരിൽ ക്രൂരത അനുഭവിക്കുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട്. അതൊക്കെ തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയാക്കി അത് മാറ്റി അവരെ ശക്തിപ്പെടുത്തണം. നമ്മൾ ക്രൂരത കാണിക്കുന്നവരെ ആ ക്രൂരതയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും, പരിത്യാഗത്തിന് പറ്റും, ഉപവാസത്തിന് പറ്റും. നമ്മളത് ചെയ്യണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ, അഭിഷിക്തരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. എന്തു വലിയ കാര്യം അച്ഛന്മാർ ചെയ്യുന്നേ. അവർക്ക് ലോകം നീട്ടിവെക്കുന്നതിനോടൊക്കെ നോ പറഞ്ഞിട്ട്
അവർക്ക് ആഗ്രഹിക്കാവുന്നതും അർഹിക്കുന്നതുമായിട്ടുള്ള പലതിനെയും വേണ്ടാന്ന് വെച്ചിട്ട് ലോകത്തോട് നോ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിതാവസാനം വരെ ബ്രഹ്മചര്യത്തിൽ ജീവിക്കാനുള്ള കൃപ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്ത് ജീവിക്കുക. ആ വഴിത്താരയിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണുപോയിട്ടുണ്ടാവാം. അതുകൊണ്ട് അവർ ക്രൂരരല്ല, അവർ ക്രൂരതയോടെ കാണരുതേ. അബദ്ധസഞ്ചാരങ്ങളിലൂടെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാതെ ജീവിക്കുന്ന മക്കൾ എൻ്റെയും ഉണ്ണിയുടെയും ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നു. മക്കളെ, ജപമാല ഭക്തിയിൽ വളരുക, സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് അധീനരാകാതിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുക. അനുദിന ജീവിതത്തിൽ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ കാഴ്ചവെക്കുക ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്. വൈദികർക്ക് വേണ്ടി കാഴ്ചവെക്ക്, സിസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്ക്, സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്ക്. നീ നിനക്ക് വേണ്ടി കാഴ്ചവെച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ അനുഗ്രഹമൊക്കെ നിന്റെ ജീവിതത്തിലേക്കാണ് വരുന്നേ. അവരും അനുഗ്രഹിക്കപ്പെടും. നീ ആർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുവോ ആത്മാവും നേടും. ആത്മാവിനെ രക്ഷപ്പെടുത്താൻ പറ്റും, നീയും രക്ഷപ്പെടും. അതുകൊണ്ട് ത്യാഗപ്രവൃത്തികൾ കാഴ്ചവെക്ക്. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമണവാട്ടിയായ എൻ്റെ സ്വരം കേട്ട് നിങ്ങൾ ഉണർന്നാലും അരൂപിക്ക് അവിടുത്തെ വിളിക്കുന്ന മണവാട്ടിയുടെ ശബ്ദത്തെ നിരസിക്കാനാവില്ല. പരിശുദ്ധ അമ്മ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ വിധേയത്വമുള്ള മണവാട്ടിയാ പരിശുദ്ധ അമ്മ. ആ അരൂപിക്ക് മണവാട്ടിയുടെ ശബ്ദത്തെ നിരസിക്കാനാവില്ല. അതുകൊണ്ട് അമ്മയുടെ കൂടെയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. വിശുദ്ധാത്മാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ, ഒരു ആത്മാവ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ പറന്നിറങ്ങിയിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ, ബഹുമാനത്തിൽ, സ്നേഹത്തിൽ ഇതിൽ നിന്നൊന്നും വ്യതിചലിക്കരുതേ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാരൂപിയുടെ ദാനം യാചിക്കുന്നതിന് ഈ അമ്മയോടൊപ്പം ഒന്നിക്കുക. അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ദാനം ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് തരാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു സൂത്രവഴിയാണ് കേട്ടോ, നല്ലൊരു എളുപ്പവഴിയാണ് അത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചോദിക്കുക, നമുക്കത് കിട്ടും, ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് അത് തന്നിരിക്കും. അപ്പസ്തോല ഗണം ഒന്നിച്ചതുപോലെ ഒന്നിക്കണമെന്ന് മാത്രം. അപ്പസ്തോല ഗണം ഒന്നിച്ചതുപോലെ, സഹിയോശാലയിൽ ഒന്നിച്ചതുപോലെ അവിടുത്തെ വാഗ്ദാനമായ, ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു ശിഷ്യഗണത്തിൻ്റെ കൂടെ. അവർ ഒന്നിച്ചതുപോലെ ഏകമനസ്സോടെ, ഒരേ വിചാരത്തോടെ, ഒരേ ആത്മാവോടെ, ഒരേ മനസ്സോടെ ദൈവസന്നിധിയിൽ ഒന്നിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ അത്യധികമായി വർഷിക്കപ്പെടുന്ന കാലയളവാണിത്. നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക. തിരുസഭ കാൽവരിയുടെ ക്ലേശകരമായ വിനാഴികയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവൾ ഒറ്റിക്കൊടുക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും അജഗണങ്ങൾ മുറിക്കപ്പെടുകയും അജപാലകന്മാർ മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നു. നടക്കുന്ന സംഭവങ്ങളാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് മൂലം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കാനുള്ള കാരണം സഭയെ ഒറ്റിക്കൊടുക്കുന്നു, അതിനെ നിന്ദിക്കുന്നു. അജഗണങ്ങൾ മുറിക്കപ്പെടുന്നു, അജപാലകന്മാർ മർദ്ദിക്കപ്പെടുന്നു. ഇതൊക്കെ കാണുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കുന്നു. അവർക്കറിയാവുന്നതുപോലെ പ്രതികരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നു. അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇതൊക്കെ സ്വർഗത്തിൻ്റെ ദുഃഖമാണ്. ഇതിന് പരിഹാരം എന്താ? ഇതിന് പരിഹാരമാണ് പ്രാർത്ഥന. ഇതിന് പരിഹാരമായി നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ജീവിക്കുമ്പോൾ ലോകം നവീകരിക്കപ്പെടും, സഭ നവീകരിക്കപ്പെടും, നമ്മൾ നവീകരിക്കപ്പെടും. പ്രാർത്ഥിക്കാൻ നമുക്ക്. ഇവയിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് തീർച്ചയായി ഇറങ്ങി വരും. മക്കളെ, പ്രാർത്ഥിക്കുക. മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങുക. എന്തെന്നാൽ
ദ്വിതീയ പന്തക്കുസ്ത ആഗതമായിരിക്കുന്നു. അമ്മയെ വീണ്ടും വീണ്ടും പറയുക, ദ്വിതീയ പന്തക്കുസ്ത ആഗതമായിരിക്കുന്നു. അമ്മയോടൊപ്പം ദ്വിതീയ പന്തക്കുസ്തായ്ക്ക് ശിഷ്യന്മാർ ഒരുമിച്ചതുപോലെ, ആദ്യ പന്തക്കുസ്തായ്ക്ക് ഒരുമിച്ചതുപോലെ നമുക്കും ഒരുമിക്കാൻ പ്രാർത്ഥിക്കാം. എൻ്റെ വിമല ഹൃദയം നിങ്ങൾക്ക് സുരക്ഷിതമായ താവളമാണ്. ആ താവളത്തിലാ ശിഷ്യന്മാർ ഒന്നിച്ചത്. സെഹിയോൻ ശാല പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ആ താവളമായി ഒരുക്കപ്പെട്ടു. സെഹിയോൻ ശാല അമ്മയുടെ ഹൃദയമായിരുന്നു. ആ ഹൃദയത്തിൽ ആ ശിഷ്യരിരുന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ പ്രാർത്ഥിക്കാം. അത് നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന താവളമാണ്. അവിടെ ശത്രു വരില്ല. ആ കോട്ട ആരും പിടിച്ചടക്കില്ല. കാരണം ശത്രുവിന് ആ കോട്ട പേടിയാ. അതിനെ ഭേദിച്ച് കിടക്കാൻ, അമ്മയുടെ ഹൃദയം ഭേദിച്ച് കിടക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കാം. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്കോ ലോകമക്കളുടെ ഭീഷണികൾക്കോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ധീരതയോടെ, വിശുദ്ധിയോടെ, സഹനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുക. വീണ്ടും വീണ്ടും അമ്മ ആവർത്തിക്കുന്നുണ്ട്. ഈ അമ്മ നിങ്ങളുടെ സഹായത്തിനുണ്ടാകും. മരവിച്ച മാനവകുലത്തിൻ്റെ മനസ്സാക്ഷികൾക്ക് ജീവനും ചൂടും പ്രത്യാശയും നൽകി ഈ ഭൂമിയെ നൂതനവും അത്ഭുതകരവുമായ പറുദീസയാക്കി പരിണമിപ്പിക്കുകയും ചെയ്യേണ്ടതായ നാളിലേക്ക് ഒരുങ്ങുക. എന്തിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? ഒന്നുമല്ല കേട്ടോ. ഈ മാതാവ് പറയാ, മരവിച്ച മാനവകുലത്തിൻ്റെ മനസ്സാക്ഷികൾക്ക് ജീവൻ, ചൂട്, പ്രത്യാശ ഇത് നൽകി ഈ ഭൂമിയെ നൂതനവും പുതിയതും അത്ഭുതകരവുമായ പറുദീസയാക്കി പരിണമിപ്പിക്കാൻ ചെയ്യേണ്ടതായ നാളിലേക്ക് ഒരുങ്ങാൻ നമുക്ക്. ഇതാ നിങ്ങളുടെ സഹായകൻ അഗ്നിയിൽ ശീതളമയും അത്യുഷ്ണത്തിൽ കുളിർമയും അന്ധകാരത്തിൽ പ്രകാശവും വിലാപത്തിൽ സാന്ത്വനവും ഭീതിയിൽ ധൈര്യവും ദൗർബല്യങ്ങളിൽ ശക്തിയും കഷ്ടപ്പാടുകളിൽ ആശ്വാസവും അവനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മാനസാന്തരത്തിലൂടെ പുതിയ സൃഷ്ടികളാക്കി ആത്മീയ കൃപകളാൽ സർവേശ്വരൻ നിങ്ങളെ നിറയ്ക്കട്ടെ. പരിശുദ്ധാരൂപിയുടെ മണവാട്ടിയായ ഈ അമ്മയുടെ വിമല ഹൃദയ മാധ്യസ്ഥത്താൽ നിങ്ങൾ ഓരോരുത്തരും ലോകം മുഴുവനും ആത്മാവിൽ നിറയട്ടെ എന്ന ആശംസയോടെ ഞാൻ ക്രിസ്തുവിൻ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 28ാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ അവസാനിപ്പിക്കുന്നത്. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധ അമ്മയുടെ ഓർമ്മപ്പെടുത്തലിൻ്റെ കൃപ ഈ ലോകത്ത് സംഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. യേശുവിൻ നാമത്തിലാരാധന, രാജാധിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. യേശുവിൻ നാമത്തിലാരാധന, രാജാധിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കരങ്ങൾ കൊപ്പി പിടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയ്ക്ക് ആരാധന കൊടുത്തുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. സകല കാര്യങ്ങളും സമർപ്പിച്ച് പാടാം. വരണമേ ഈശോയേ, വരണമേ ഈശോയേ, വരണമേ ഹൃദയത്തിലേക്ക് വരാം. ഈശോയേ, വരണമേ. എല്ലാവരും മനസ്സൊരുക്കി ഒരിക്കൽ കൂടി വരണമേ ഈശോയേ, വരണമേ. ഒറ്റ വിളി യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ. ഹൃദയകാഠിന്യം മൂലം വേദനിക്കുന്ന മക്കളിലേക്ക് വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി രക്ഷിക്കാനായി സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ പാപബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫാത്തിമയിൽ അമ്മ മാതാവ് പഠിപ്പിച്ച ഒരു ശക്തിയേറിയ പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുക. ഒത്തിരി അഭിഷേകം കിട്ടുന്ന, കൃപ കിട്ടുന്ന, ആത്മദാഹമുണ്ടാകുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈശോയുടെ നേരെ നോക്കാം. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും സ്വരമുയർത്തി ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് ചങ്കുപൊട്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ടിവിയുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുകയോ നിൽക്കുകയാണെങ്കിൽ സാധിക്കുന്ന മക്കൾ മുഴുവനും ഇന്നത്തെ ദിവസം ഒന്ന് മുട്ടുകുത്തട്ടെ. മുട്ടിന് വേദനയുള്ളവർ കാണും, നടുവിന് വേദനയുള്ളവർ കാണും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുകയാണെങ്കിൽ മക്കളെ, ആ വേദന ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം. ഇന്നത്തെ രാത്രിയിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഹൃദയകാഠിന്യം മൂലം ഒരാത്മാ പോലും നരകാഗ്നിയിൽ പതിക്കാൻ പാടില്ല. അതിന് നിന്റെ മുട്ടിന്റെ വേദന, നിന്റെ ഹൃദയത്തിന്റെ വേദന, നിന്റെ നടുവിന്റെ വേദന കാഴ്ചവെച്ചാൽ മാത്രം മതി. മക്കളെ, ഒരാത്മദാഹം ഉണ്ടാകാൻ മുട്ടുകുത്തി ഒരാത്മദാഹം നമുക്ക് ഓരോരുത്തർക്കും കിട്ടാൻ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒരു ശക്തമായ ഒരു അഭിഷേകം നമുക്ക് കിട്ടാൻ, അതുപോലെ ഹൃദയകാഠിന്യ നിമിത്തം ഏതൊക്കെ തിന്മയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ടോ അവർക്ക് വലിയൊരു മാനസാന്തരം കിട്ടാനായിട്ട് രണ്ടു കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തുമാത്രം വിഷമത്തോടെ അല്ലെങ്കിൽ വേദനയോടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് സ്തുതിക്കാൻ പറ്റുമോ അപ്രകാരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, യേശുവേ, ഈശോ. ചങ്കുപൊട്ടി വിളിക്കട്ടെ, മനസ്സുരുകി വിളിക്കട്ടെ, ഹൃദയമൊരുക്കി വിളിക്കട്ടെ. ഒരാത്മദാഹം ഉണ്ടാകാൻ, എല്ലാ തിന്മകളും വിട്ടുമാറാൻ, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവേ നിന്റെ കരം നീട്ടണമേ, നിന്റെ ഹൃദയം കാണിക്കണമേ, രക്തമൊഴുക്കണമേ, തിരിച്ചോര കൊണ്ട് കഴുകണമേ. ഹല 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 റിയ 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 ഹല 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 റിയ 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 റിയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം, ഈശോയെ നോക്കാം. മക്കളെ, ഏതൊക്കെ ഹൃദയകാഠിന്യം മൂലം, ഏതൊക്കെ മക്കള് ഹൃദയകാഠിന്യം മൂലം തിന്മയിൽ വീണ് കിടപ്പുണ്ടോ അവരെയൊക്കെ സമർപ്പിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ ദൈവമക്കളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടില് പാപത്തിന്റെ
ദുരാശകളുടെ വേരുകള്, 7 മൂലപാപത്തിന്റെ വേരുകൾ കിടപ്പുണ്ടോ, അവ മുഴുവനും കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോഴാണ് ആ മേഖലയിൽ വിടുതൽ കിട്ടുക. 2 കരങ്ങളും യാചനയോടെ പിടിച്ചുകൊണ്ട് ഇപ്രകാരം മൂലപാപങ്ങൾക്കും ദുരാശകൾക്കും അടിമപ്പെട്ട് കിടക്കുന്ന മക്കളിലേക്ക് തിരുവിലാവിൽ നിന്നും രക്തമൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് സകല മക്കളും ആഗ്രഹത്തോടെ ഒന്ന് വിളിച്ചു പാടിക്കേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ മക്കളുടെ ഹൃദയത്തിലേക്ക് കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. മക്കളെ, മനസ്സിനേറ്റ മുറിവിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, മനസ്സിന്റെ അടിത്തട്ടില് ഏതൊക്കെ തിന്മകൾ കിടപ്പുണ്ടോ, ഏതൊക്കെ തിന്മയുടെ ശക്തികൾ കിടപ്പുണ്ടോ, അത് മനുഷ്യന്റെ മനസ്സിനെ കഠിനമാക്കിയിട്ടുണ്ടോ, ഹൃദയത്തെ കഠിനമാക്കിയിട്ടുണ്ടോ, ആ മേഖലയിലേക്ക് യേശുവിന്റെ പരിശുദ്ധ രക്തമൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സകല മക്കളും ഒന്ന് വിളിച്ചു പാടാമോ? തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. മക്കളെ, വെറുപ്പിന്റെ ബന്ധനത്തിൽ കഴിയുന്ന മക്കളെ ഒന്ന് സമർപ്പിച്ച്. പലരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, പല കുടുംബത്തിലേക്കും കയറി ചെല്ലാൻ പറ്റുന്നില്ല, എല്ലാ രീതിയിലും തിന്മ മാത്രം ചിന്തിക്കുന്നു, തിന്മ മാത്രം കാണാൻ താല്പര്യം, തിന്മ മാത്രം പറയാൻ താല്പര്യം, സ്നേഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥ, അജ്ഞത നിറഞ്ഞ അവസ്ഥ, ഹൃദയത്തിലെ മുഴുവനും ഭാരങ്ങള്, തിന്മകളെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന അവസ്ഥകള്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളെ മുഴുവനും ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന രക്തത്താൽ, ജലത്താൽ, കരുണയാൽ ഈ മക്കൾ മുഴുവനും കഴുകപ്പെടാൻ ദാഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സകല മക്കളും ഒന്ന് വിളിച്ചു പാടാമോ? തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ഒരു നിമിഷം 2 കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ മാത്രം നോക്കിക്കേ മക്കളെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളിൽ നിന്നും എന്തുമാത്രം സഹനം കിട്ടിയിട്ടുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ലേ, മക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ലേ, സഹോദരങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ലേ, അയൽവക്കക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ലേ, മറ്റുള്ള പലരിൽ നിന്നും കിട്ടിയിട്ടില്ല. മക്കളെ, ഈ സഹനങ്ങള്, ഈ വേദനകള്, ഈ കുറ്റപ്പെടുത്തലുകള്, ഈ വിഷമം പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നിനക്ക് ലഭിച്ചപ്പോൾ ഇന്നു വരെ അത് കാഴ്ചവെച്ചോ? പിറുപിറുത്ത്, പഴിചാരി, വിധിച്ച്, കുറ്റപ്പെടുത്തി, പലരോടും പറഞ്ഞുകൊണ്ട് അതിന്റെ ശക്തി നമ്മൾ നഷ്ടപ്പെടുത്തിയോ? മക്കളെ, ഇന്നൊരു തീരുമാനമെടുക്കുക. ഇന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ വ്യക്തികളിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള സഹനം കിട്ടിയാലും ഞാൻ പിറുപിറുത്തോ, പഴിചാരിയോ, വിധിച്ചോ, കുറ്റപ്പെടുത്തിയോ നശിപ്പിച്ച് കളയില്ല. മറിച്ച് ഇത് ചേർത്ത് ഹൃദയത്തിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് ഹൃദയ കാഠിന്യമുള്ള ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമെന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ഒരിക്കൽ കൂടി കരമുയർത്തിപ്പിടിച്ച് അപ്രകാരമുള്ള സഹനങ്ങൾ കാഴ്ചവെച്ച് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, യേശുവേ, ഈശോ, ഹലോ 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 ഹലോ, രക്ഷിക്കണേ കർത്താവേ, ആത്മാക്കളെ രക്ഷിക്കണമേ, ഹൃദയ കാഠിന്യമുള്ള മക്കളെ ഈ നിമിഷം രക്ഷിക്കണമേ, അവരുടെ കെട്ടുകൾ അഴിക്കണമേ, അവർക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ബല കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ, കൃപ നൽകണമേ. ഹല 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 ഹല, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം ജീവിതത്തിൽ ഇന്ന് വരെ മൗനവ്രതം നമ്മൾ എടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ചെരുപ്പിടാതെ നമ്മൾ ഒരു ദിവസം നമ്മൾ നടന്നിട്ടുണ്ടോ? ജീവിതത്തില് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏറ്റവും കൂടുതൽ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന മൊബൈല് ഒരു ദിവസം നീ ഒന്ന് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്രകാരം
ചെറിയൊരു സഹനം ഞാൻ ഏറ്റെടുത്ത് ഇവർക്ക് വേണ്ടി കാഴ്ചവെക്കാമെന്ന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു തീരുമാനമെടുത്തേ. മക്കളെ, ആരൊക്കെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പരിത്യാഗം എടുക്കാം, ഇവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാം, ഇവർക്ക് വേണ്ടി മുട്ടുകുത്താം, ഇവർക്ക് വേണ്ടി നിലവിളിക്കാം, ഇവർക്ക് വേണ്ടി ഉപവസിക്കാം, ആരൊക്കെ തീരുമാനമെടുത്തോ അവർ അനുഗ്രഹം പ്രദം, ഒപ്പം ആത്മാക്കൾ ധാരാളം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചോ, ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചോ. നിന്റെ കരം ഉയർത്തുമ്പോൾ അനേകം ആത്മാക്കൾ ഈ രാത്രിയുടെ യാമങ്ങള് രക്ഷയിലേക്ക് വരുന്ന സമയമാ, രക്ഷയിലേക്ക് വരുന്ന സമയമാ. ഒന്ന് നിലവിളിച്ചുകൊണ്ട് ചങ്കുപൊട്ടി ഒരിക്കൽ കൂടി വിളിക്കാമോ? യേശുവേ, ഈശോ, ഈശോയേ, ഈശോയേ. ദൈവമേ, അനുഗ്രഹിക്കണമേ. കഠിനവാദികളുടെ മേൽ കരുണയോടിക്കണമേ. കഠിനവാദികളുടെ മേൽ കത്തട്ടെ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ആത്മാക്കളെ രക്ഷിക്കാനുള്ള വലിയൊരു കത്തല. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. സകല അശുദ്ധിയുടെ കെട്ടുകളും തുടച്ചു മാറ്റാനുള്ള വലിയൊരു ശക്തി. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരിക്കൽ കൂടി ദാഹത്തോടെ വിളിച്ച് അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓരോ കഠിന ഹൃദയം മാറാൻ നാഗിച്ച അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഇടതുകരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് വലതുകരം മാത്രം ഉയർത്തിപ്പിടിക്കും. മക്കളെ, ഇഷക്കാന ചാനലിന് നിങ്ങൾ പ്രത്യേകം ഒന്ന് സമർപ്പിക്കപ്പെടുത്ത ശുശ്രൂഷകളെ സമർപ്പിക്കുക. അനേക കോടി ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ദൈവം തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ചാനലായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിലെ ഓരോ ശുശ്രൂഷകളിലൂടെയും അനേക കോടി ആത്മാക്കൾ രക്ഷപ്പെടണം. ഒരാത്മാ പോലും നഷ്ടപ്പെടരുത്. കാലഘട്ടത്തിന്റെ ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവിക ചിന്തകൾ വിളമ്പിക്കൊടുക്കാനുള്ള ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഇതിലൂടെ അനേകം മക്കൾ രക്ഷ പ്രാപിക്കാനുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള കൃപ ഈ സ്ഥലത്തേക്ക് ഒഴുകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ ചാനലിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് വിളിക്കാമോ? യേശുവേ, ഈശോ, 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 അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ. ദൈവത്തിന്റെ രക്ഷയുടെ ഒരു പുതിയ വഴി തുറക്കട്ടെ, ഒരു വഴി തുറക്കട്ടെ. ഹല 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 ഹല. യേശുവേ, അനുഗ്രഹമാക്കണമേ, അനുഗ്രഹമാക്കണമേ. ശാല ഹല 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 ഹല. ആരാധന 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 ആരാധന. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഇനി 15 ദിവസമേ ഉള്ളൂ. ഈ 15 ദിവസത്തിലൂടെ എന്തുമാത്രം അടുത്ത ഒരുക്കം നടത്താൻ പറ്റുമോ അത്ര അടുത്ത ഒരുക്കം നടത്തണം. മക്കളെ, ഇനിയുള്ള ദിവസങ്ങളിൽ 1 മിനിറ്റോ 1 മണിക്കൂറോ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്തുമാത്രം ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കാമോ, പരിഹാരം ചെയ്യാമോ, പ്രായശ്ചിത്തം ചെയ്യാമോ അത് ചെയ്ത് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയെക്കുറിച്ച് ഈ നിമിഷം വരെ അറിയാത്ത നമ്മുടെ ചുറ്റുപാട് ആരൊക്കെയുണ്ടോ, നമുക്കറിയാവുന്ന ആരൊക്കെ ദൈവമക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലേ, അവരിലേക്ക് ഈ അറിവ് കൊടുക്കണം. അവരും കൂടി ഒന്ന് ചേർന്ന് ഒറ്റ ഏക മനസ്സോടുകൂടി കാരണം കോർത്ത് പിടിച്ച് ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ, പരിത്യാഗം ചെയ്യാൻ ദൈവജനം റെഡിയായാൽ ലോകത്തെ തകർച്ച മാറും മാറും മാറും. വിശ്വസിക്കുന്ന മക്കൾ ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ ഹല്ലേലൂയാ. അതിനുള്ള കൃപാവരം പരിശുദ്ധ അമ്മ മാതാവ് വഴി നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ